നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേശീയപാത 66ന്റെ പാർശ്വഭാഗങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ട് ഗുരുതരമായ ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നുണ്ട്. അടിപ്പാത, ഓട, അടിപ്പാതയുടെ പൈലിംഗ് എന്നിവയ്ക്കായെടുത്ത കുഴികളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന്റെ ആറിവാൾ നിർമ്മാണത്തിനായി പലയിടങ്ങളിലും 200 മീറ്റർ വരെ നീളത്തിലാണ് കുഴിയെടുത്തിരിക്കുന്നത്. ഇവിടങ്ങളിൽ തോടുപോലെയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇതിൽ കൊതുക് പെറ്റുപെരുകുന്നതിന് പുറമെ വശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് വീണു പരിക്കേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായി തെരുവ് വിളക്കുകളെല്ലാം നീക്കിയതോടെ ദേശീയപാത ഓരത്തെങ്ങും വെളിച്ചവുമില്ല. മാത്രമല്ല, മാലിന്യമൊഴുക്കാനും മാലിന്യ കെട്ടുകൾ വലിച്ചെറിയാനുമുള്ള ഇടമായും കുഴികളെ കാണുന്നവരുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ പലയിടങ്ങളിലും കഴിഞ്ഞ 6 മാസത്തോളമായി വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ആറിവാൾ സ്ഥാപിക്കുന്നതിനാൽ കുഴികളിലെ മണ്ണ് ശക്തമായി ഉറപ്പിച്ചിട്ടുള്ളതിനാൽ വെള്ളം അടിയിലേക്ക് ആഴ്ന്നിറങ്ങാനും ഏറെ സമയമെടുക്കും. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലെ വെള്ളം മാത്രമാണ് തൊഴിലാളികൾ കോരി നീക്കുന്നത്. പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് നിർമ്മാണം ആരംഭിച്ച ശേഷം പൂർത്തിയാക്കാതിരിക്കുന്നതാണ് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിന്റെ പ്രധാന കാരണം. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.